അണ്ണാ ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അണ്ണാ. എത്രയൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അണ്ണാ, നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവരായിട്ട് സ്കൂട്ടറിൽ ത്രിബിൾസ് അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടുപേരൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫീൽ വേറെ ഇല്ല. നീ ഇന്ന് സിറ്റിയിൽ ഉണ്ടാവോ കണ്ണാബി? അണ്ണാ ഞാൻ ദേ ഇപ്പൊ ഒന്ന് ഇറങ്ങണ. എന്ത് പറ്റി അണ്ണാ? അപ്പൊ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട വേണ്ട പൊക്കോളൂ. അണ്ണാ എന്ത് പറ്റി? കാര്യം പറ. കാര്യം പറ, എന്ത് പറ്റി? ഇല്ല, ഒരു കാര്യം പ്ലാൻ ചെയ്യാനായിരുന്നു. നീ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരെല്ലാം വെച്ച് പ്ലാൻ ചെയ്യാം. അല്ല കാര്യം പറ, എന്താണ്? ഇല്ല കാര്യം പറഞ്ഞ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പിന്നെ പിന്നെ ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ ജങ്കുക്കിന്റെ ഒക്കെ. ജഗ്ഗിക്ക് അണ്ണന്റെ പെരുത്ത് ഇഷ്ടായ. ആണോ? ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത് ജങ്കൂക്കിന്റെ ഗിഫ്റ്റാ. ഞാൻ എപ്പോ വന്നാലും ഇവിടെ രാത്രിയാണല്ലോ, എനിക്കാണെങ്കിൽ ഒന്നും കാണാനും പറ്റത്തില്ല. ബെറ്റർ ഗ്രാഫിക്സ് എന്തോ വലിയ വലിയ സർപ്രൈസ് ആണ് കേട്ടോ. എന്തോ പറഞ്ഞറിയാം, മുട്ട വെച്ചോണ്ട് തരും കേട്ടാ. ഒരു സംശയമില്ല, അതായിരിക്കും കൊണ്ടുവരാൻ പോണതാ. വണ്ടിയിലൊരു സാധനം, ബാക്കിലൊരു സാധനം, 2 മുട്ട. പക്ഷെ എണ്ണ ഒന്ന് ആലോചിച്ചണ, ആടുന്ന മുട്ട കൂടെ വിഷയനെ. അല്ലണ്ട ഓടിക്കുന്നതനുസരിച്ച് ആടത്തില്ല. ടൈപ്പിന്റെ പാല എടുത്തില്ല ഞാൻ. ഓ അതുപോലെ അണ്ണ ഇങ്ങനെ ഓടുമ്പോ 2 മുട്ട. ഞാൻ വണ്ടിക്കകത്താണോ ഇരിക്കണ ഇപ്പോഴും? ഇതെങ്ങനെയാണ് ഏ സ്വിച്ച് വെക്കുമ്പോ മുട്ടയൊക്കെ വരുന്നത്? ഞാൻ എന്നാലും എങ്ങനെ വണ്ടിക്കകത്ത് പോണായിരുന്നു? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ പ്രീമിയത്തിന്റെ കാശ് ഉണ്ടോ നടക്കണം. സാധനം കേട്ടോ. ഹോളോഗ്രാഫിക്സ്. ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. പക്ഷെ അതിനൊരു FPS ഇല്ലാത്ത പോലെ ഒരു പ്രശ്നമുണ്ടല്ലേ? അത് കുറച്ച് ലാഗായിട്ട് പറക്കണ പോലെ തോന്നുന്നില്ലേ നിങ്ങക്ക്? പക്ഷെ വണ്ടി കൊള്ളാടാ, വണ്ടി കിടില്ല. ഗാങ് മാറായി. ഞാൻ എന്തിനാ റിസ്ക് എടുക്കണേ? മരുന്ന് കൊള്ളാം കേട്ടോ. ഇതിന് കമന്റ് പറയണ എല്ലാവന്മാരും കൊണ്ട് ഞാൻ മാറാം കേട്ടാ. ഹോളോഗ്രാഫിക് ആയതുകൊണ്ടാ. ഓക്കെ ഓക്കെ. പക്ഷെ കൊള്ളാടാ, അല്ലേ? നൈസ് അല്ലേ? ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ഈ വണ്ടി ഉണ്ടോ? വണ്ടിയുടെ സ്പീഡ് നോക്കട്ടെ. 268 300 അടിക്കാൻ തോന്നുന്നു. ആ 300 കയറി. ആ 300 വരെ മാക്സിമം. വിസിലിംഗ് കൊള്ളാം, നല്ല രസമുണ്ട്. ഹലോ ബ്രോ, അത് ജങ്കുക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഗിഫ്റ്റ് ആണ് ഈ വണ്ടി. പുള്ളി എന്തോ ഹലോ പുള്ളി അറിയാതെ തട്ടിയതായിരിക്കും അല്ലേ? ഹലോ ഹലോ ബ്രോ, അറിയാതെ പറ്റിയതാണോ? അയ്യോ തീർത്ത് കളി കിട്ടോ ഞാൻ. പറയടാ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, പറയൂ. ബ്രോ അറിയാതെ പറ്റിയതാണോ? അറിയണ്ട. ഓക്കെ 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 ഓക്കെ. അവനെ കൊന്നോളഞ്ഞ പാവം. അവര് പ്രശ്നം. അവൻ അറിയാണ്ട് തട്ടിയതല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ
ഇപ്പൊ ഇറങ്ങി ഈ പരുന്തിനെ കൊണ്ട് കൊത്തിച്ചേരെ ഞാൻ, ഒരു സംശയവും പരുന്ത് ദൈവമാണ്. ഇത് ഓഫാക്കാൻ പറ്റും? എടാ ഇത് ഓഫാക്കാൻ പറ്റൂടാ മന്ദാരം ഇത്? ബ്രോ അതൊരു മുതലാണ്, മനസ്സിലായി? ഇനി സാധനം നമുക്ക് ഷോ ഇറക്കാൻ നേരം മാത്രം ഇതാ ഇങ്ങനെ പരുന്തിനെ കൊണ്ടുവരാം, അല്ലാത്തപ്പോ ഇത് അല്ലെങ്കിൽ ഫുൾ ടൈം ഉണ്ടെങ്കിൽ അതൊരു അലമ്പായി പോയേനെ. എന്റെ പമ്പിൽ നിന്ന് തന്നെ പൈസ പെട്രോൾ അടിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരുന്നു. അല്ല, ചന്ദ്രന്റെ അക്കൗണ്ടിൽ തിരിച്ചു വരും. ഇത് ഇവിടെ ഇതിനകത്തുനിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഓരോ സാധനങ്ങളായിരിക്കും കേട്ടാ ഗൈസ്. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഇത് SRR ഒരു കുരങ്ങ വെച്ചിട്ട് നടക്കണം. പറയടാ, ഞാൻ ഇപ്പൊ വരാടാ. ടോട്ടൽ മണി ഏൺഡ് യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore, 300 കോടി. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore, 79 കോടി മുടക്കിയിട്ടുണ്ട്, 300 കോടി തിരിച്ചു എത്തി. അപ്പൊ 220 കോടി ലാഭമല്ല. അതില് ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ മേടിച്ച? 1000 കോടിക്ക്, 1300 കോടിക്ക്. ഇനി 1000 കോടി ഉണ്ടാക്കണം, അപ്പോഴത്തേനും അടുത്ത ഓപ്ഷൻ വരും. സൂപ്പർ. മുതുക്കിലൊക്കെ പമ്പായിരുന്നെങ്കിൽ പിന്നെ EMSനെ കൊന്നവനെ എന്നൊരു പേര് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വിട്ട് കളയണം ഞാൻ. ലിസണിങ് അടിപൊളി കേട്ടാ. ജങ്കൊക്കെ കുക്കഡ്. അതെ. പക്ഷെ ഇവൻ തന്നപ്പോ ഇതിന് ഗ്രാഫിക്സ് ഉണ്ട്, എല്ലാം ഒരഞ്ഞു പോയതാണോ ഇത്? ഇതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കിയാലോ, ഗ്രാഫിക്സ് മാറ്റ്. ഇപ്പോഴാണല്ലേ ഇത് GT ആയത്. വരുവാ റിപ്പയർ വരുവാ. പേടിച്ചു പോകുന്നു. കൊള്ളാം ചേട്ടാ. കൊള്ളാം ചേട്ടാ. കൊള്ളാം. ജങ്കൊക്കെ എന്ത് പോയോ? അവനിങ്ങനെ പ്രശംസ ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. ഫുഡ് കഴിക്കാതെ എന്ത് റിപ്പാർക്കൊക്കെ. ഞാൻ സേവ് ആക്കട്ടെ, വണ്ടി മാറി ഒന്ന് സേവ് ആക്കിട്ട് വരാം. സേവ് ആക്കട്ടെ അണ്ണന്റെ പേ. എന്നാ പിന്നെ വേറെ ചൂടാൻ പറഞ്ഞായിരുന്നു പോന്നതിന് മുമ്പേ. എന്താടാ മാസം 1000 രൂപ അടക്കണേന്ന്. മാസം 1000 രൂപ? ഓ പിന്നെ വണ്ടി ഇവിടെ കേറ്റിയാനോ? ഓ ഇത് എന്റെ സെർവറാ, എന്റെ. മനസ്സിലായ? ഇതൊക്കെ നാളെ വെട്ടി വരികയാണ്. അടാ ഞാനിന്ന് കാണും കേട്ടോ. എന്ത് പറയാൻ വന്നേ? ഇതൊക്കെ അടുത്ത സിനിമാറ്റിക്സിൽ ആരുടെയൊക്കെ സിനിമാറ്റിക്സ് വരാൻ പോണ സാധനമാണ് കേട്ടാ. ഫ്രീ ഫയർ ഈഗിളൊന്നോ ഇതാണെന്തോ വണ്ടിയുടെ പേരിട്ടേക്കണവൻ. അത് തന്നെ ഫ്രീ ഫയർ അങ്ങനെന്തോ ഇട്ടേക്കണ പേര്. അത് കളിക്കും. ഒരു വീട്ടിലുള്ള സമയങ്ങളെ ഏതായിരുന്നില്ല എന്റെ പരിപാടി. ഈഗിൾ വിങ്സ് കൊള്ളാം.
ഗോ ഇൻസൈഡ്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? അള്ളേ, എന്റെ എല്ലാ വണ്ടിയും ഗറാജിൽ. ഞാൻ ഇത്രയും നാൾ ഇവിടെ കളിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ചേട്ടാ. ഇല്ലടാ, ഞാൻ ഗറാജിനകത്തോട്ട് വന്നതാ. എന്റെ എല്ലാ വണ്ടികളും ഒരുമിച്ച് കാണാൻ പറ്റിയത് ഇന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അള്ളേ, ദേ നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇല്ലെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നത്. നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നതാ. സ്വന്തം വണ്ടി ഹോട്ട്വെയർ ഒക്കെ ചെയ്യണോ? ഓ, ഇതിനകത്ത് ഓടിക്കണമെങ്കിലല്ലേ? ഓ, ഇതിനകത്തിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. മസ്ത് എവിടെ? ആ, അത് ശരിയാ, മസ്ത് എവിടെ? എടാ, ഞാൻ ഇവിടെ ഇവിടെ ഗാരേജിലുണ്ട്. എടാ കണ്ണാപ്പി ഒന്ന് കേറിയടാ. ജസ്റ്റ് കണ്ണാപ്പി ഒന്ന് കേറിയടാ. അയ്യോ, ഇതില് ബാറ്ററി ചാർജ് ഇല്ല. നേരെ ഇവിടെ ചാർജർ ഉണ്ട്. എവിടെ? മുതുക്ക് വരെ പോണം. മുതുക്ക് വരെ ഇത് എങ്ങനെ ഓടുവടാ? അണ്ണ ഇത് ഞാൻ മുതുക്ക് വരെ അണ്ണൻ എത്തിച്ചെന്ന് അണ്ണൻ എനിക്ക് എന്ത് വരും? ഞാൻ നിന്നെ ഇനി ഒരു തെറിയും പറയാതെ കണ്ണൻ മോനെ എന്ന് വിളിക്കും. ആണോ? ആ, അണ്ണ വണ്ടി തന്നെ ഇരുന്നോ. ഞാൻ വണ്ടി ബാക്കി വണ്ടി ഉന്തി ഉന്തി തരാം. ആക്സിഡന്റ് തിരിച്ചാൽ മതി. ഗിരി ഇപ്പൊ വരാ. ഗിരി ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു മിഷനിലാണ്. ആ, വാ. എന്തേ വണ്ടി എടുക്കണ്ട? വണ്ടി എടുക്കട്ടെ. 1002 വരാവോ? എന്ത് പറ്റി? ഒരു സ്വാമികളെ കണ്ടത് ഒരു ധ്യാനം കൂടാനായിട്ടാണ്. ആ, ഒരു ചെറിയ മിഷനില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ കുഴപ്പമുണ്ടോ? 10 മിനിറ്റ് 5 മിനിറ്റ് മതി 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 മതി. പുള്ളി തീയിലിരിക്കുക. ആക്സിഡന്റ് കൊടുക്കരുത്, ആക്സിഡന്റ് കൊടുക്കരുത് അണ്ണൻ. ആ, അത് മണ്ടത്തരമാണെന്നാ. ഓക്കെ. ആക്സിഡന്റ് കൊടുക്കരുത്. എന്തൊരു പരിപാടി ഉണ്ടായ അണ്ണ വേറൊരു പരിപാടി ഉണ്ട്. എന്തോന്നറിയോ? അണ്ണ ഇങ്ങനെ വണ്ടി കയറി ഞാൻ കാണിച്ചു തരാം. അതാ ഒരാളൂടെ വേണം. അണ്ണ വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി. നമ്മളെടുത്തോ ഇത്? പക്ഷെ ഇത് നമ്മളെ രണ്ടുപേരും ഒത്തിക്കണം, മനസ്സിലായ? ആ വണ്ടിയെ ലോക്ക് പോലും ചെയ്തിട്ടില്ലേ? അതൊന്നും പ്രശ്നമില്ല. പിന്നെ ആരും കൊണ്ട് വരാ, പെട്രോൾ ഇല്ലാത്ത വണ്ടി എടുത്ത്. അതായത് അണ്ണ അവിടെ ചെല്ലുക, അതില് പൈസ അടയ്ക്കുക, സാധനം വലിക്കുക, മനസ്സിലായോ? എന്നിട്ട് നേരെ വണ്ടിയിലോട്ട് കയറിയാ മതി. എന്താ കേട്ടില്ല? അതാ അണ്ണ അവിടെ ചെല്ലുക, പൈസ കൊടുക്കുക, സാധനം വലിക്കുക, എന്നിട്ട് വണ്ടിയിലോട്ട് കയറുക. ഞാൻ അവിടെ കൊണ്ടുവിടാം. ഈ സാധനം എടുക്കുക. ഇത് അവിടെ വരെ. പിന്നെ എനിക്ക് ബഗ്ഗല്ലേ? സീനൊന്നുമില്ല. ഇതൊക്കെ എടുത്തത് പിന്നെ ഇവിടെ എത്ര കണ്ടാ ഇറക്കി കയറിക്കാം. അവിടെ കൊണ്ട് കുത്തി വെച്ചാൽ മതി ഇനി എണ്ണ. ആഹാ, കയ്യിലുണ്ടല്ലേ? എന്തൊക്കെ സംഭവങ്ങളല്ലേ? അതവിടെ ചെല്ലുമ്പോ എത്തും, സാധനം അവിടെ ചെല്ലുമ്പോ കയറും. നമ്മളിതൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് പലേറ്റെ കൊണ്ട് ചാർജ് ചെയ്തല്ലേ, ഇവിടുന്ന് വലിച്ച്. ഇത് എനിക്ക് ബാനല്ലേ ബാക്ക് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിരി. ഈ ബാനൊന്നും കിട്ടൂല, പെർമനന്റ് പറഞ്ഞേ വരും. ഇത് എന്റെ സെർവറാടാ. കുത്തിക്കാണ് കൊണ്ട് പിടിച്ചത്. കരക്കില്ലേ? വേറെ ഐഡിയ, വേറെ ഐഡിയ. ഒന്നുകൂടെ കയറണം, ഒന്നുകൂടെ ഓ, പറയടാ പറയടാ. 1002 ഒരു 5 മിനിറ്റ് സമയം വേണം. 5 മിനിറ്റ് പെട്ടെന്ന്. 10 മിനിറ്റ് സമയം വേണം. വേറെ ഐഡിയ ഉണ്ട്. എന്ത്? ഇലക്ട്രിക് ക്യാൻ വാങ്ങാൻ കിട്ടും. ഇലക്ട്രിക് ക്യാനാ? ഓ, ബാറ്ററി. അണ്ണൻ ബാറ്ററി വാങ്ങുക, നേരെ നമ്മളോട്ട് ഒഴിക്കുന്നു. ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടും? അത് അവിടെ തന്നെ, ടൈറ്റ് പേളിൽ തന്നെ. എടാ, ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോടാ? എത്ര മണിക്ക്? 10:30ക്കോ? ആരും എന്തോന്ന് പറയാ? മന്ദാരം എന്ത്? ഞാൻ തന്നെ കുറവുണ്ട് മുന്നേ വിളിച്ചായിരുന്നു. എടാ, പോണ്ടേ അപ്പോ? ആ, ലീഡറിനോ കോഴിയേട്ടറിനോ മാത്രം പോകാൻ പറ്റത്തുള്ളൂ. എടാ, ഇത് എവിടെ നടക്കുന്നേ? അത് മറ്റേ എല്ലാ പേജിലിട്ടേക്ക്. എടാ, ഒന്ന് ഇട്ടേ, ആരെങ്കിലും ഒന്ന് ഇട്ടേ. എന്റെ നമ്പർ ഇട്ടേ, 3333 ഒന്ന് വിളിക്കാൻ പറഞ്ഞേ. ഞാൻ
ഒരു ക്യാനോടെ മേടിച്ചാണ് ഒരു ക്യാനോടെ മേടിച്ചാണ് ബാറ്ററി നിന്റെ അച്ഛൻ വിൽക്കണം ഇവിടെ. അണ്ണാ ഒരു ക്യാനോടെ മേടിച്ചു. എനിക്കത് ക്യാൻ നിറയാന്ന് തോന്നുന്നു കേട്ടോ. വന്നേ 10 ലക്ഷം രൂപ. ക്യാൻ എങ്ങനെയാണോ മേടിക്കണേ അണ്ണാ? അണ്ണൻ ഇത്ര നാളെ ക്യാൻ മേടിക്കാൻ മേടിച്ചിട്ടില്ലടാ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇവിടെ ജക്കുമ്പത്തേക്ക് ഗ്യാസ് ഊറ്റി വരുത്തില്ലേ, അതിന് മേളില് ക്യാന്റെ പടം. ഇത് മേടിക്കുമ്പോ തന്നെ ഫുള്ളായിരിക്കുമോ അതോ നമ്മൾ നിറക്കണോ? ഇത് അതും മേടിക്കാൻ ഫുള്ളായിരിക്കും. തീർച്ചയായും നിറയ്ക്കണം. തീർച്ചയായും നിറയ്ക്കണം. 10 ലക്ഷം രൂപയാണ് ഇവിടെ ക്യാനിന്. 10 ലക്ഷമോ? ഓ ഈ വണ്ടി ഫുൾ ടാങ്ക് അടിക്കാൻ 2 ലക്ഷം രൂപ. അതാണ് 5 വർഷത്തിന്റെ കണക്ക് പറയണത്. പിന്നെ ഞാൻ 5 വർഷം ക്യാൻ മേടിക്കാൻ നടക്കുമല്ലായിരുന്നോ? പിന്നെ 5 വർഷമായിട്ട് മറ്റേ ഇവിടെ ഇതിലെ പെട്രോൾ പമ്പില്ലേ. എടാ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടല്ലേ അറിയാത്തത്. മനസ്സിലായ? ഓ പെട്രോൾ പമ്പ് ഇന്നാണല്ലോ ആൾക്കാർ ചോദിക്കുന്നത്. അണ്ണാ കൂടുതൽ പെട്രോൾ പമ്പിലായിരുന്നു ജോലി. മാക് 18 രൂപ മിസ്കോള്. ആഹാ കണ്ണോട്ട് സാമാനത്തിൽ കയറി പെതുക്കിയൊക്കെ ഇരുന്ന് കേട്ടെ. സൂചിച്ചാ എത്ര ദൂരം ഓടി? സൂചിച്ചാ ദൂരം ഒന്നും ഓടിയില്ല. ആണല്ലേ? ആ നിനക്ക് അണ്ണൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഇതിവിടെ ലോക്ക് ആക്കാതിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോകത്തില്ല, അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ കാണിച്ചത്. ഇനിയിപ്പോ ഇതൊക്കെ ക്യാൻ എടുത്ത് ഇത് ഇലക്ട്രിക് വണ്ടി പെട്രോൾ ഒഴിക്കുന്നു, വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഇത് കാണുന്ന എലോൺ മസ്ക് എന്ത് പുള്ളി ഹാർട്ട് ബ്രേക്ക് ആവും ഇത് കണ്ടു കഴിഞ്ഞാ. പിന്നെ ഇത് എലോൺ മസ്കിന്റെ വണ്ടിയാ. പിന്നെ പുള്ളി ടെസ്ലയാ. ടെസ്ലയല്ലേ ഇത്? മറ്റേ ഇതിന്റെ ബാക്കിൽ വാസു എഡിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ടെസ്ലയാ. എന്തോ ഇത് നിങ്ങളുടെ വണ്ടിയാണ്. പിന്നെ പുറകിൽ എന്റെ പേര് കണ്ടില്ലേ, വാസു എഡിഷൻ. വാസു എഡിഷൻ. ഓക്കെ ബ്രോ, കാണാൻ പോയിട്ട് വരാം. വണ്ടി ഫുൾ ടാങ്കായി. ഞാനൊരു കാര്യം പറയട്ടെ അണ്ണ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. വണ്ടി എങ്ങനെ ക്യാൻ കയറിയാ? പിന്നെ ക്യാൻറ്റീൻ വെച്ച് നിറച്ച്. അണ്ണാ ഇത് സംഭവം ഇത് പെട്രോളാണ് ഒഴിച്ചേക്കുന്നത് ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയില്. അണ്ണ എന്ത് പറയുന്നത്? ടർഫിന്റെ കാര്യം ചോദിച്ചാ ആരാ എന്തെങ്കിലും പറഞ്ഞവര്? എത്ര? 9395. ഓക്കെ താങ്ക് യു. 9395. ഓക്കെ. ഡാർക്ക് ചാറ്റിൽ മെസ്സേജ് വന്നല്ലോ. അടിച്ചിന്റെ 8 പല്ലി ഞാൻ തിരിക്കാണ്. പോയിട്ട് വരാവേ. ഇതാരാ? എടാ ഞങ്ങള് ടർഫ് ഓപ്ഷന് പോയിട്ട് വരാവേ. എന്റെ അച്ഛൻ കാണാണ്ടായിക്കോട്ടെ, അവിടെ പോയിട്ട് നോക്ക്. നമുക്ക് എങ്ങനെ റേഞ്ച് അന്തേടല്ലേ? ഗോലീഡർ ഇല്ലല്ലോ നമുക്ക്. നമ്മള് കൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെളിയിൽ സൈഡിൽ മാറി നിന്നാ മതി. ഞാൻ പെട്ടെന്ന് വിളിച്ചു. ആകെ 28 പോയിന്റേ ഉള്ളു. വിളിച്ചിട്ട് പെട്ടെന്ന് വരാം. അല്ല എന്ത് 28 പോയിന്റ് എന്ത് വിളിച്ചാ കിട്ടും അണ്ണന്? ദൈവം പറഞ്ഞിട്ടില്ലേ എന്താ ടർഫ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് ലോയൽ പോയിന്റ് മേടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെ ഇത് കഴിയുന്നതിന് മുമ്പ് മേടിച്ചിട്ടാണ് അതോട്ട് കയറ്. അതാകുമ്പോ അപ്പഴല്ലേ വിളിക്കുന്നേ. ലോയൽറ്റി പോയിന്റ് എന്താ നമുക്കില്ലാത്ത? നമ്മ 24 മണിക്കൂർ സിറ്റിയിലുണ്ടാവുന്നല്ല. ജുഗുറല്ലേ 24 മണിക്കൂർ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ട് പോകണല്ലേ. ലോയൽറ്റി പോയിന്റ് കുറവ് എല്ലാരും ഉണ്ടാവുന്നല്ലോ. ഞാനൊക്കെ ഇപ്പൊ സിറ്റി 27 മണിക്കൂറുണ്ടല്ലോ. ഞാനും. ഓ അത് ശരിയാണല്ലോ. ലോയൽറ്റി പോയിന്റ് എന്താ കുറവ്? വരാൻ പറ്റത്തില്ല. അങ്ങനല്ലടാ മണ്ട. നമ്മുടെ പോയിന്റ് റെഡീം ചെയ്ത് കാർഡ് വാങ്ങിക്കാൻ പറ്റും. ആ കാർഡാണ് അവർക്ക് കൊടുക്കേണ്ടത്. മനസ്സിലായ? ഓ അങ്ങനെ. അതായത് നമുക്കിപ്പോ 28 കാർഡിനുള്ള പോയിന്റേ ഉള്ളൂ. നമ്പർ ഇട്ടേക്കുന്നത് വെച്ച് വിളിച്ച് അറിഞ്ഞാല്. എടാ ഈ ചന്ദ്രൻ പുണ്ടയില്ലേ, അവനെ ഞാൻ ഉറപ്പായിട്ട് എടുത്ത് കളയും. ഈവൻ ടീം കില്ല് ചെയ്താണ് നമ്മുടെ അന്നെ കത്തിച്ചിട്ടണ്ണ ഗണ്ണെടുക്കാൻ പോയി. അന്നെ കത്തിച്ച് എന്റെ പൈസ പോയി, എല്ലാം പോയി. അന്നെ വെടി വെച്ചിട്ട് കൊല്ലു, കത്തിക്കൂ. നിന്റെ കാര്യം എക്സംഷനാ, അത് നിന്റെ കുണത്തിനാ. അല്ല ഞാൻ അന്ന് പറഞ്ഞ എന്നെ ഹോസ്റ്റ് എടുത്ത് വെറുതെ പറഞ്ഞു, എല്ലാം കൂട്ടാൻ വരൂല. അതിനോട്ട് ഞാൻ പറഞ്ഞു ഹോസ്റ്റ് എടുത്തത്. എന്നെ വന്നിട്ട് നേരെ വന്നിട്ട് കൊന്നു.
ഇതിപ്പോ ഇത് അത് വഴിയറിയോ? പിന്നെ മാർക്ക് ചെയ്തിട്ട് കണ്ടില്ലേ? ബോളൻ എന്നെ ഇറങ്ങിയവര് എന്താണ് അല്ല അല്ല ഇവിടെ VC പറഞ്ഞ വീസിലിരുന്നാണോ ആർപ്പി കളിക്കുന്നേ? ഇറങ്ങടാ. ആ ആണോ? ആ എന്ത് VC ലോഡ് ചെയ്താല് കത്ത് ഞാൻ ഡിസ്കോഡ് ലോഡ് ചെയ്യാൻ പാടില്ല, ഭയങ്കര ലാഗടിക്കും. നീ എന്തൊക്കെയാ പറയണേ? എന്താണ് അത് ഈ പിച്ചും പേ നീ പറഞ്ഞേ? പിച്ചും ആ പേയും പറയണ എന്തിനാ പറഞ്ഞേ? വെറുതെ പറഞ്ഞ ഇല്ല മോന്റെ തന്തക്കൂലി ഞാൻ കേക്കണ്ടേ എന്നാ, അതിനോണ്ട് ഞാൻ പറഞ്ഞ വെറുതെ VC വീണ് കളിച്ചേന്ന്. ഓ അങ്ങനെ ഞാൻ അത്ര ചിന്തിച്ചില്ല. ലെഫ്റ്റ് ഇതുവഴി ഇറങ്ങാം. ആണോ? ഓക്കെ. എന്തിനാ അവന്മാരെ അവിടെ ഇത് വെച്ചേക്കുന്നത്? നിനക്ക് ഈ മിസ്റ്റർ എക്സിനെ തരത്തി കിട്ടിയ അങ്ങ് പിടിച്ചങ്ങ് അടിക്കണോടാ. ആണോ? ഇപ്പൊ അല്ല ഞാൻ- നമ്മളെ ഗ്യാങ് ഒന്ന് പുറത്താക്കൂ, ഗ്യാങ് ഇതാക്കൂലേ ഡിസ്ബാൻഡ്. നമ്മളെ തല്ലിയെന്ന് അറിയാൻ പാടില്ല. അത് നമ്മളെ ഇരുട്ടടി കൊടുക്കണം, മനസ്സിലായോ? ഇരുട്ടടി കൊടുക്കണം. ആ. പുറകിൽ യാ- നിന്ന് വേണം, ഇന്ന് തന്നെ റെഡിയാക്കാൻ കെടുത്തത്ത് വേണം. നീ പണ്ണണം. അതെ. അണ്ണ ഒന്ന് ആഞ്ഞു പിടിച്ച് ഇന്ന് തന്നെ റെഡിയാക്കാം നമുക്ക്. ഇത് എവിടെയാ? ഇതിനപ്പുറം പോണോ? അതിനപ്പുറം ഓ ഇവിടെ ഹെലികോപ്റ്റർ കിടക്കുന്നു, കുറെ ഗ്യാങ് വന്നിരിക്കുന്നത്. ആ, ഗ്യാങ് വണ്ടിയിൽ പറഞ്ഞോന്നുണ്ടാ? ആ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മൂഞ്ചില്ല. ഇല്ല 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 അയ്യോ കത്തുന്നു ഇല്ല കത്തുന്നു. അങ്ങനൊന്നുമില്ല അതോ മറ്റേ സ്കൂട്ടറിലൊക്കെ വന്നവരുണ്ട്. ആ എന്തിനാണോ ഇങ്ങനൊക്കെ? നമ്മൾ അന്നത്തായിട്ട് ഒത്തിരി ഇലക്ട്രിക് കിട്ടില്ലേ? ഞാൻ ഇത് ലോക്ക് ചെയ്യട്ടെ ഒരു മിനിറ്റ്. എല്ല് ആ ഓ ഓ ശരിയണ്ണ. അല്ല ഞാൻ പറഞ്ഞ അണ്ണാ, ശരിയണ്ണ പറഞ്ഞതുപോലെ അന്ന ആക്റ്റീവ് ഇല്ലാലോ അതാ. ക്യാൻ മേടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ എനിക്ക് ഇതൊന്നും അറിയാൻ കഴിയില്ല, മനസ്സിലായോ? ഓ എല്ല് എക്സ് ഒക്കെ ആണെന്ന് അറിയാം കുറെ. ആ സ്ലോ മോഷനിൽ പോണ ഗാങ്സ്റ്റർ സ്വാഗ് ഇട് സ്വാഗ്. സാഗ് അത് എത്തുമ്പോഴത്തേക്ക് 2 വർഷം കഴിയും. ഓപ്ഷനെ കഴിയും. ഒരു ഐലൻഡ് ഉണ്ട്, ആ ഐലൻഡിന്റെ അവിടെ ആണ്. ആ ആ ഹലോ ഹലോ. ഓപ്ഷൻ കഴിഞ്ഞായിരുന്നോ? ഇല്ല തുടങ്ങുന്നത്. തുടങ്ങുന്നല്ലോ. ഓ വി ആർ ഓൺ ടൈം. നന്ദിയുണ്ട് സാറേ. ഇതില് ഇപ്പൊ ആരൊക്കെയാണ് സാറേ വന്നിരിക്കുന്നത്? സാർ ഞാൻ ലീഡറാണ്. ഇത് നമ്മുടെ ഗാർഡിയനാണ്. അല്ല, പോലീഡേഴ്സ് ഗ്രാൻഡ് ലീഡറിന് മാത്രം അലൗഡ് ആണല്ലേ? സാറേ എന്താ സാറേ ഒന്ന് സമയത്ത് രണ്ടുപേരും വന്നിട്ടില്ല. ഞാൻ സാറിനോട് ചോദിച്ചിട്ടേ. ഓക്കെ, ഗാർഡിയനെ കയറ്റാൻ പറ്റുന്നു. മുച്ചിരി ഉണ്ട് പറഞ്ഞാ മതി. അത് കേട്ടില്ല അതെന്തായാലും സാറേ അതെന്തായാലും കേട്ടില്ല. നമുക്ക് എല്ലാരും- ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സിന് മാത്രം അലൗഡ്. സാറേ നമ്മ ഒന്നും ചെയ്യില്ലല്ലോ സാറേ, ഇയാള് ഉണ്ടാണ്ട് കബായി ചെയ്യണതല്ല, ഇവിടെ ഇപ്പൊ ഓപ്ഷനിൽ നമുക്ക് അവർക്കൊരു പോളിസി ഇല്ലേ? പോളിസി ഇല്ലേ മുച്ചരി? പോലീസ്. ആ പോലീസ് അല്ലടാ, പോളിസി. പോളിസി ആ പോളിസി ആ പോലീസ് ഉണ്ട്. അത് ശരിയാ, ക്ഷമിക്കണം സാറേ. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? പറ്റൂല തന്നെ. വരും. ഇതാരാ സാറിന്റെ പേരെന്താണ്? അണ്ണന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി അതാ. നന്ദിയുണ്ടേ. നന്ദിയുണ്ട്. എനിക്ക് ഒരു മിനിറ്റ്, ഒന്ന് രണ്ടുപേരും ഒന്ന് വന്നേ. എന്നാ പറയാ അണ്ണാ? പെർമിഷൻ ഒക്കെ എടുത്ത് അവരെ അകത്ത് കയറ്റിയതാ. വാ തുറന്ന വായിക്കാത്ത ഉപ്പുവെള്ളം ഒഴിക്കും ഞാൻ. കേക്കൂല. വിസ്പർ എന്താ? മാസ്ക് ഇല്ലാലോ. കണ്ണാടിയും ആ മറ്റേ തലയിലെ മനുഷ്യനെ പോലെ നടക്കണം നീയൊക്കെ. അല്ല എന്റെ അടുത്ത് പറഞ്ഞില്ല, അവന്റെ അടുത്താ പറഞ്ഞത്. തലയില് മറ്റേ കോമാളി. ഞാൻ പിന്നെ സുന്ദരനല്ലേ? പിന്നെ വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോട്ട് ബാറിൽ നിന്ന് ഹോട്ട് ബാറിൽ നിന്ന് മാറ്റിയേക്കണേ. ഹോട്ട് ബാർ ഇതല്ലേ? ഓക്കെ. ഇല്ല അമ്മ പിടി വെക്കൂല. സർ ഫോളോ ചെയ്തു വരാ നിക്കേ. ബ്ലാക്ക് മണി മാറ്റണോ? വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെപ്പൺസ് എന്തെങ്കിലും ബ്ലാക്ക് മണി ഒന്നും മാറ്റണ്ട. എടാ ലോല, ഇത്ര നേരം ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അത് ശരി. ഇതെന്താ ഇത്? ഹലോ, ഇത് പണിയെടുക്കുന്ന ഞാൻ പണിയെടുക്കുന്നുണ്ട്. എന്റെ എനിക്കറിയാം. മെയിൻ ആളുടെ കല്ലറ കല്ലറല്ല സാർ ഇതെന്താ സാർ ഇത്? തേനീച്ച പറക്കുന്ന കാണുന്നില്ല എന്നതാ താഴെ. ആരാ വെച്ചത്? സാധനം ഇല്ലേ ഇല്ല. അണ്ടരയ്ക്ക് വന്നേ, അണ്ടരയ്ക്ക് വന്നേ. അണ്ണന്റെ ഹോട്ട് ബാർ ഇവിടെ കയറി കിടന്നാണോ? വല്ല ജിഗിപ്പ് വെച്ചതെന്തോണ്ട്? ഞാൻ അറിയാതെ എടുത്തു. കണ്ണാപ്പിയാ വെച്ചേ? അല്ലല്ലല്ല, അത് അവിടെ ആരോ ഞാൻ പെടുത്ത് കടിച്ചേട്ടാ തേനീച്ച.
ഈ സാറിന്റെ കണ്ണ് ആരും ഇല്ലല്ലോ ഇവിടെ. ഇതെന്താ മരിച്ച വീടാ? എന്താ മരിച്ച വീട്ടിൽ ഒരുപാട് പേരുണ്ടാവൂലേ? അത് ശരിയാണല്ലോ. അതെ അതെ. ഹലോ 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 സാറേ പറയൂ. ദൈവം അടിമീന. ദൈവം 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 ആ പറയൂ അടിമനെ. കൺസൈൻമെന്റ് ഇത് ടർഫ് കോള് മറ്റേ ലീഡറും കോ ലീഡറും മാത്രമേ പറ്റൂ. അത് അല്ല നമ്മൾ അവരുടെ permission ചോദിച്ചു പെർമിഷൻ എടുത്തായിരുന്നു. നമ്മള് ബാക്കിയുള്ള ഗ്യാങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആൾക്കാർ ഇതുപോലെ വന്ന് ചോദിച്ച സമയത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ക്യൂ കാരണം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ ബാക്കിയുള്ളവരോട് അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അത് പിന്നെ ഒരു പ്രശ്നമായി മാറും. ഞങ്ങളിവിടെ മിസ്റ്റർ എക്സിന് പെർമിഷൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു നോക്കട്ടെ. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഓൾറെഡി 2 പേരെ കയറാൻ പറ്റില്ല എന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ല നമ്മൾ സോഫയിൽ ഇരിക്കൂല, നിലത്തിരിക്കാം. അതിപ്പോ എവിടെ ഇരുന്നാലും ഇവര് ഞാൻ എന്ത് നമ്മൾ നിലത്തിരിക്കണം ആ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കുമാരെ? മാനേജ്മെന്റ് ആരാ? ഹലോ, കെ സാർ ഉണ്ട് ഇവിടെ. സാറാണ് പെർമിഷൻ തന്നത് നിങ്ങൾക്ക്. അവര് പറയുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ. അവിടെ നിന്ന് 3 പേര്, അവര് എനിക്ക് തോന്നുന്നു ലീഡർ 2 പേര്, എല്ലാരും ആക്റ്റീവാ നമ്മളെ പോലെ. ചന്ദ്രു ആണ് ഡിലേ. ചോദിക്കട്ടെ. അത് ഞാൻ വൈകുന്നേരം കാക്കനാട് പോയപ്പോ അവിടെ ഏതോ ഒരുത്തിന്റെ കൂടെ കിടന്ന് കറങ്ങണം. കാരണം ഞാൻ ചോദിക്കുന്നേ ഓന്റെ ഹലോ സാർ, ആക്ച്വലി നമുക്ക് 2 കോ ലീഡർമാരായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഒരാളെ ഭാര്യ തല്ലിക്കൊന്നു, ഒരാളെ 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. നമ്മൾ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പൊ ഞാനാണ് മെന്റലി കുറച്ച് വീക്ക് ആയിട്ടൂടെ ഇരിക്കുവായിരുന്നു സാർ. അപ്പൊ ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ എന്റെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവര് 2 പേരുമാണ്. ഇവരാണ് ഇടതും വലതായിട്ട് നിന്ന് 2 ദിവസമായിട്ട് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് കുത്തുന്ന കൊറേ ആൾക്കാരുണ്ടാവും. ഈ മുഖത്ത് നോക്കിയാൽ തോന്നുന്നു സപ്പോർട്ട്. അതന്നെ. അതെ സാർ, ഇവര് 2 പേരുമാണ്. അതായത് നമ്മള് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോ ക്ലൗൺസിനെ കാണുമ്പോ ഒരു സന്തോഷം വരൂലേ? ആ ഒരു ഇതാണ് എനിക്ക് ഇത് വരുന്നത്. 2 പേരും നോക്കിയ സാർ മുഖമൊക്കെ കണ്ട. വെള്ളം തരുവാ? വളരെ നന്ദിയുണ്ട് സാറേ. നിങ്ങളെ ഈ ഉപകാരം നമ്മൾ ആയിട്ട് ചെയ്യണം, അല്ലാതെ മറ്റേ എല്ലാത്തിലും കേറിട്ടതല്ലേ. RP പറഞ്ഞില്ലേ, കണ്ട ഞാൻ മെന്റലി ഡൗൺ ആണ്, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം, എനിക്ക് 2 പേര് കൂടെ വേണം, അത്രേ ഉള്ളൂ. നമ്മളിൽ എന്തും പകണ്ടെങ്കിൽ ഇതൊക്കെ RP ഫേവറിസം പറയും. എന്റെ സെർവറാടാ എന്റെ. റീൽസ് ഒക്കെ കാണുന്ന ഒരുത്തിരുന്ന് റീൽസ് കാണുന്നത്. ഇത് സൗണ്ട് വെക്കുന്നേ റീൽസ് നമ്മള് വെറുതെ അലമ്പുന്നുണ്ടാക്കരുത്. സോഫയിലിരിക്കുന്നേ.